ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ സിബിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് സിബിൻ ഇനി ജാസ്മിനോടൊപ്പം നിന്ന് ഗെയിം കളിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ജാസ്മിൻ്റെ ടീമിലേക്ക് സിബിന് പോകാൻ കഴിയില്ലെന്ന് അത് സിബിൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഗബ്രിയെ പവർ ടീമിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഗബ്രിക്ക് പകരം ആ ഒരു ടീമിൽ കയറാമെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ജാസ്മിൻ്റെ ടീമിലേക്കാണ് നമ്മുടെ ജിൻഡോയും അതുപോലെ തന്നെ സിബിനും വന്നിരിക്കുന്നത്. കാരണം ജാസ്മിൻ്റെ ടീമിൽ ഓൾറെഡി ഉണ്ടായിരുന്ന നമ്മുടെ ശ്രീരേഖ പവർ ടീമിൽ പോയി. മാത്രമല്ല ശ്രീതു ഇപ്പോൾ ക്യാപ്റ്റനുമാണ്. അപ്പം ആ ഒരു രീതി വിട്ടുകൊണ്ട് ഇപ്പോൾ അവർ രണ്ടുപേരല്ലേ ഉള്ളു. അപ്പോൾ ആ ഒരു ടീമിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമ്മുടെ സിബിനെയും ജിൻഡോയും. അടിപൊളി. ഞാൻ ഇന്നലെ പറഞ്ഞതിൽ ഒരു വ്യത്യാസം ഉണ്ടായില്ല, അതുപോലെ തന്നെ സംഭവിച്ചു. കാര്യം അങ്ങനെ വരൂ. കാര്യം എനിക്കത് ഉറപ്പായിരുന്നു. കാര്യം ശ്രീതു നന്നായിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങുന്നുണ്ട്. ആ ഒരു ഗെയിമിങ്ങിന് എന്താണെന്ന് നോക്കാം. മാത്രമല്ല ഇവരെ ഇനി ഇട്ടിരിക്കുന്നത് കിച്ചൺ ടീമിലേക്കാണ് കേട്ടോ. ക്യാപ്റ്റനായിട്ട് നമ്മുടെ ജിൻഡോ തന്നെയാണ്. ഇനി ഈ കിച്ചൺ ടീമിന് ഇനി അവരിനി എന്തൊക്കെ ചെയ്യാൻ പോകുന്ന അറിയത്തില്ല. കാര്യം ഇവരിനി ഒരുമിച്ച് ജോലി ചെയ്യത്തില്ല, ഒരാളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ സിബിൻ. ഇപ്പോൾ ജാസ്മിനോനും അതുപോലെ തന്നെ അൻസിബയൊക്കെ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണം. മാത്രമല്ല അൻസിബയ്ക്ക് ജാസ്മിൻ്റെ ഭക്ഷണം ഇഷ്ടമല്ലായിരുന്നു. ആ അൻസിബയ്ക്കും ജാസ്മിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ പാചകം ചെയ്യുകയും ചെയ്യണം, ആ ജാസ്മിൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുകയും ചെയ്യണം അല്ലേ. പിന്നെ ജിൻഡോ, നമ്മുടെ ജാസ്മിൻ, സിബിൻ, അൻസിബ ഇവരെന്ന് പറയുന്നത് ഒട്ടും ഗെയിമിൽ പുറകോട്ട് നിൽക്കുന്ന ആളുകളല്ല. ഇവരെല്ലാം സ്ട്രോങ് ആണ്. അൻസിബയ്ക്ക് നല്ല ബുദ്ധിയുണ്ട്, സിബിന് നല്ല ബുദ്ധിയുണ്ട്. നമ്മുടെ ജിൻഡോ കാര്യം പറയേണ്ട ആവശ്യം. ജിൻഡോ കുറേ മണ്ടത്തനങ്ങൾ ഒക്കെ ചെയ്യുമെങ്കിലും നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരാളാണ് അല്ലേ. ഒരുപാട് ഗെയിം കളിക്കും, പിന്നെ ഇടയ്ക്കിൻ്റെ മണ്ടത്തരം കാണിക്കും. പക്ഷെ പറഞ്ഞു കൊടുക്കാൻ ഇപ്പോൾ എന്തായാലും ആളുകളുണ്ട്. അതുകൊണ്ട് ആ രീതി നിന്നോളും. നമ്മുടെ സിബിൻ പറയുന്നത് എന്തായാലും നമ്മുടെ ജിൻഡോ കേൾക്കും. വേറെ ജാസ്മിൻ പറയുന്നതാണെങ്കിലും അൻസിബ പറയുന്നത് കേട്ടില്ലെങ്കിലും സിബിൻ പറയുന്നത് എന്തായാലും നമ്മുടെ ജിൻഡോ കേൾക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്തൊരു വീക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. കാര്യം ഇവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനും എനിക്ക് തോന്നുന്നു ഇവരൊരു ടീമിൽ വരുന്നത് നല്ലത്. അപ്പം പരസ്പരം ആദ്യം 2 ദിവസമൊക്കെ പ്രശ്നം കാണും, പിന്നെ അത് കഴിഞ്ഞ് മിണ്ടികൾ ശരിയായിക്കോളും. അങ്ങനെ മാറി ഇരുന്നാൽ പറ്റുന്നൊരു ഗെയിം അല്ലല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു ശീലമാകണം. അപ്പോൾ ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബിഗ് ബോസിൽ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എന്ത് കണക്കൂട്ടി അതുപോലെ തന്നെ സംഭവിച്ചു കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഗെയിം സോ ഇൻട്രസ്റ്റിംഗ് ആവുന്നതുകൊണ്ട് നമുക്ക് നോക്കാം. ഇനി എന്തായാലും കണ്ടു തന്നെ അറിയാം ഇവരെ ഗെയിം എന്താണെന്നും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും എല്ലാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.